മരുന്ന് കിട്ടിക്കുക എന്ത് റെഡിയാക്കാനാണ്? നമുക്ക് ചിക്കൻ കഴുകിയെടുക്കാം. അപ്പം നമുക്ക് ചിക്കൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്തോണ്ട് വരാം. പാത്രം ചൂടാവട്ടെ കേട്ടോ. ചീനിച്ചട്ടി ചൂടായി. കുറച്ച് എണ്ണ. ഇത്ര എണ്ണ മതിയോ? കുറച്ച് ഒഴിക്കാം. ചിക്കൻ കറി നന്നായിട്ട് വഴണ്ട് വരണ്ടേ, ഈ ഉള്ളിയും ഇതെല്ലാം വഴണ്ട് വരണ്ടേ. മതിയോ? കുറച്ചുകൂടെ. മതി. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് ഇതെല്ലാം ഇടാവും. കൊച്ചുള്ളി ഇടാം. നമുക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് മാത്രം ഇട്ടാൽ മതി. വഴറ്റിട്ടുണ്ട്. ഇനി നമുക്ക് സവോള ഇടാം. സവോളയും പച്ചമുളകും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് കുറച്ചും കൂടെ ഒന്നാവണം. അപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചില്ല. അപ്പം ഞാൻ പോയി ഇതിങ്ങനെയാണ് നല്ലത്. ഞാൻ പോയി കപ്പ പൊളിക്കാം. കറിവേപ്പില ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ? പോയി പറിക്കും. നീ പറിക്കാവോ? ഞാൻ പോയി പറിക്കാം. നോക്കി വാങ്ങണ്ടായിരുന്നോ? കടയിൽ പോയപ്പോ നോക്കി വാങ്ങണ്ടായിരുന്നോ? ചീത്തയായിട്ടില്ല. ചീത്ത ഭാഗമുണ്ട് കുറച്ച്. ഞാൻ പോയപ്പോ കറിവേപ്പില വെച്ചുകൊണ്ടുവരാവേ. എനിക്ക് കപ്പയ്ക്കുള്ള കൊടുക്കണേ. കാന്താരിയുടെ പറിച്ചേക്കണേ. ശരി. ഇത് നന്നായിട്ട് വഴറ്റിട്ടുണ്ട്. ഈ പൊടിയൊക്കെ ഇട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചത്. നീ പറഞ്ഞു പോകല്ലേ? വെള്ളം അടുത്തോട്ട് വെച്ചിട്ടുണ്ടേ. കാരണം ഇത് ഒഴിക്കണം.
കറി കഴിക്കാനായിട്ട്. മൂന്നിട്ടുണ്ട്. തക്കാളി ഇട്ട് കേട്ടോ. വരാവേ കുഞ്ഞു കറി ഞാൻ വരാം. ഈ തക്കാളി നന്നായിട്ട് വഴഞ്ഞു വരുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇടാം. എന്നിട്ട് ഇതിനെ അടച്ചു വെച്ച് ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ആ വെള്ളത്തിൽ കിടന്ന് കുറച്ച് നേരം ഒന്ന് ഈ ചിക്കൻ ഒന്ന് വേവട്ടെ. ഇതിന്റെ കൂട്ടത്തിൽ കുറച്ച് കപ്പയും കൂടെ വേവിക്കാൻ വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഇച്ചിരി വെള്ളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വയ്ക്കുക. ഒരു 5 മിനിറ്റ് ആയി കേട്ടോ. നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും അടച്ചു വെക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ചിക്കൻ വേവാൻ വേണ്ടി വെള്ളം ചൂടുവെള്ളമാണേ. നമുക്ക് ചിക്കൻ വേകുന്ന വരെ വെയിറ്റ് ചെയ്യാം. അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ പകുതി വേവായി. ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് മിക്സ് ചെയ്യാം. രണ്ട് കറിവേപ്പില ഇടാം. ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പ് കുറവാണ്, പക്ഷെ നല്ല ഉപ്പും ഇടണം. കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് ഇത് ഊറ്റിയെടുക്കാം. നമ്മൾ കപ്പയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, വെളുത്തുള്ളി, കാന്താരി മുളക്, മഞ്ഞൾപ്പൊടി, ജീരകം ഇത്
ഒന്ന് ചതച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില, ചതച്ചെടുത്ത തേങ്ങയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചതച്ചെടുത്ത മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കപ്പ ഒഴിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് അടച്ച് വെക്കാം. ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി അതിലേക്ക് ഇച്ചിരി കറിവേപ്പില, 1/4 ഭാഗം തക്കാളി അരിഞ്ഞത്, പച്ചമുളകും കൂടെ നന്നായിട്ട് ഇളക്കി അടച്ചു വയ്ക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలబనోళ్ళు లేరు మేస్తిరి కళాకారుల ఫ్యామిలీ